ഈ ഗുജറാത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ കൂടി നമ്മളൊന്ന് പരിഗണിക്കണം. ഇപ്പോൾ 1995 മുതൽ ഇങ്ങോട്ട് സംസ്ഥാനത്ത് പ്രതിപക്ഷത്താണ് കോൺഗ്രസ്. എങ്കിലും സംഘടന എന്നുള്ള നിലയ്ക്ക് അവർ പിടിച്ചു നിന്നിരുന്നു. ഇപ്പോൾ 2017 നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ച് കഴിഞ്ഞാൽ ഒരു ഭേദപ്പെട്ട പ്രകടനം, ഒരു പക്ഷേ സംസ്ഥാനത്ത് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കുന്ന വിധത്തിലുള്ളൊരു പ്രകടനം കോൺഗ്രസ് 2017 നടത്തും. പക്ഷേ 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് ഉണ്ടായത്. അതിനുശേഷം കോൺഗ്രസ് കൂടുതൽ ദുർബലമാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. PCCയുടെ മുൻ അധ്യക്ഷനായിരുന്ന, ഇപ്പോൾ സിറ്റിംഗ് MLA ആയിരുന്ന അർജുൻ മോദുവാദി അടക്കമുള്ള നിരവധി നേതാക്കളാണ് ഇങ്ങനെ വരിയായി കോൺഗ്രസ് വിട്ടുപോയത്. അവരിൽ 4 പേര് MLA സ്ഥാനം രാജിവെച്ച് BJPയിൽ ചേർന്നു. അവരിപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികളായിട്ട് നേരത്തെ അവർ പ്രതിനിധാനം ചെയ്തിട്ട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അർജുൻ മോദുവാദിയുണ്ട്, CJ ചാവടയുണ്ട്, അങ്ങനെ 3-4 MLA മാർ. അപ്പോൾ ഇങ്ങനെ ദുർബലമായൊരു കോൺഗ്രസ് ആണ് എതിർ ചേരിയിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നത്. ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യത്തിലാണ്. ആദ്യമായിട്ടാണ് അവർ ആം ആദ്മി പാർട്ടിയുമായി ഗുജറാത്തിൽ സഖ്യമുണ്ടാക്കുന്നത്. 23 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു, 2 AAP മത്സരിക്കുന്നു. ഈ സഖ്യത്തിന്, കോൺഗ്രസ് AAP സഖ്യത്തിന് ഈ BJPക്കെതിരെ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ളൊരു കാഴ്ചവെച്ചിട്ടുണ്ടാകുമോ? അത്തരം ഉറപ്പിച്ചൊരു സഖ്യമായിരുന്നു അവിടെ? 26 സീറ്റിൽ 25 സീറ്റിൽ ഇപ്പൊ ഇലക്ഷൻ നടന്നില് വലിയ പ്രതീക്ഷകളോട് കൂടിയൊന്നും അല്ല കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും മത്സരിച്ചിരുന്നത്. കാരണം പല കാരണങ്ങളുണ്ട്. അവരുടെ ഇൻഹറന്റ് ആയിട്ടുള്ള വീക്ക്നെസ്, സംഘടനാ ബലം ഇല്ലാതിരിക്കുക 2 പാർട്ടിക്കും, അതുപോലെ തന്നെ റിസോഴ്സസ് വളരെ കുറവായിരിക്കുക, അതുപോലെ തന്നെ പാർട്ടിയിലും ഫ്രണ്ട് ലൈൻ ലീഡേഴ്സ് പാർട്ടി വിട്ടു പോയിട്ട് BJPയിൽ മത്സരിക്കുന്നു. അതുപോലെയുള്ള ആ ഭീകരമായ സെറ്റ് ബാക്കുകള്, ഷോക്കുകള്, അത് നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് തന്നെ പാർട്ടിക്ക് ഉണ്ടാക്കി. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ BJP ഉണ്ടാക്കിയ ഒരു സിറ്റുവേഷൻ ആണ്. ഓവർ എ പീരീഡ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്തും പ്രതീക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ. ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ അതുണ്ടായിട്ടുണ്ട്, രാജസ്ഥാനിലും കുറെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ രാജസ്ഥാനിലൊക്കെ അതുമാതിരി എത്രയ്ക്ക് അധികമായിട്ടുണ്ടായില്ല. ഗുജറാത്തില് വളരെ സിസ്റ്റമാറ്റിക്കലി BJP കോൺഗ്രസിനെ ഡിസ്മാന്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയും സീനിയർ ലീഡേഴ്സിനെ പിടിച്ചുകൊണ്ട് പോവുകയും അവർക്ക് പ്രലോഭനങ്ങൾ കൊടുത്തു, ഫലിച്ചില്ലെങ്കിൽ അവരെ പേടിപ്പിച്ചു, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് കേസെടുത്തു. ആ രീതിയിൽ ഒടുവിൽ നിവൃത്തികേടുകൊണ്ട് BJPയിൽ ജോയിൻ ചെയ്യുന്നു. ഇൻട്രസ്റ്റിംഗ്ലി BJPക്ക് അത് അങ്ങനെ ചെയ്യേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതൊരു, എന്റെ അഭിപ്രായത്തിൽ അതൊരു ഏകീകൃതമായിട്ടുള്ള, അതായത് കോൺഗ്രസ് ഫ്രീ ഇന്ത്യ, അതിന്റെ കൂടെ ഒപ്പോസിഷൻ ഫ്രീ ഇന്ത്യ എന്നുള്ള ഒരു സ്റ്റാറ്റസിലോട്ട് ഇന്ത്യയെ കൊണ്ടുവരികയാണ്. അത് ഗുജറാത്തിൽ അവർ നേരത്തെ തുടങ്ങി. അത് വളരെ എഫക്റ്റീവ് ആവുകയും ചെയ്തു. പക്ഷെ ഈ ഇലക്ഷനിന്റെ റിസൾട്ട് അനുസരിച്ച് അവർക്കത് ആ ധാരണ തിരുത്തണ്ടായിട്ട് വന്നേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. 5-6 സീറ്റുകളിൽ നല്ല കോണ്ടസ്റ്റ് ഉണ്ടെന്നാണ് അവിടെ റിപ്പോർട്ടുകൾ പറയുന്നത്, അവിടെ നിന്നുള്ള ഫീഡ്ബാക്കുകളൊക്കെ പറയുന്നത്. ആം ആദ്മി പാർട്ടി ബറോച്ചിലും പിന്നെ ബാക്കി ഒരു സ്ഥലത്ത് നല്ല സോളിഡ് ഫുട്ടിങ്ങിലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. കാസ്റ്റ് ഇക്വേഷൻസും എല്ലാം ഫേവറബിൾ ആണ്. പിന്നെ ഈ പ്രാവശ്യം കോൺഗ്രസ് ക്യൂരിയസ്ലി ഒരു മുസ്ലിമിന് ടിക്കറ്റ് കൊടുത്തില്ല. ഒരു മുസ്ലിമിനെ പോലും ഫീൽഡ് ചെയ്തിട്ടില്ല. ബഹ്റൂച്ച് പോലെയുള്ള സ്ഥലത്ത് അഹമ്മദ് പട്ടേലിന്റെ ഫാമിലി പ്രൊട്ടസ്റ്റ് ഒക്കെ ചെയ്തു. കാരണം അത് ആം ആദ്മിക്ക് കൊടുത്ത സീറ്റ് ആയതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇൻട്രസ്റ്റിംഗിൽ ഒരു കാര്യം നോട്ട് ചെയ്യണം. രാജസ്ഥാനിൽ ഈ പ്രാവശ്യം, അതായത് അയൽ സംസ്ഥാനമായ രാജസ്ഥാനിൽ ഈ പ്രാവശ്യം ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ അതനുസരിച്ച് കുറച്ചൊക്കെ ഒരു പരാതി പോലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരും അത് മുമ്പോട്ട് കൊണ്ടുപോയില്ല. ആ കംപ്ലൈന്റ്, അതായത് വോട്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല. പ്രൊട്ടസ്റ്റ്, സീരിയസ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഗുജറാത്തിലും മുസ്ലിംസ് അങ്ങനെ സീരിയസ് ആയിട്ട് പ്രൊട്ടസ്റ്റ് ഒന്നും ചെയ്തില്ല. പിന്നെ ഒരു സീറ്റ് ചെറുതായിട്ട് ഓഫർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഈ വിന്നബിൾ അല്ലാത്ത സീറ്റ്, ജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റ് തന്നിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആ കാര്യം ഒടുവിൽ സെറ്റിൽ ആവുകയായിരുന്നു. അപ്പം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടിയുള്ള അലയൻസിൽ ഈ പ്രതീക്ഷകളൊക്കെയാണ്. 4-5 സ്ഥലത്ത് കുറഞ്ഞ വർഷം കോൺടെസ്റ്റ് എങ്കിലും, അതായത് ഒരു റെസിസ്റ്റൻസ് കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്